വെൽക്കം ബാക്ക് ടു ഷെറാഷ് ക്രിയേഷൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു കടായി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണയും നെയ്യും കൂടെ മിക്സാക്കി ഒഴിച്ചിട്ടുള്ളതാണിത്. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ സ്മോളായിട്ട് ചെറിയതായിട്ട് കുരുകുരു നിറഞ്ഞിട്ടുള്ള ക്യാരറ്റാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുനുകുര അരിഞ്ഞിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു 5-6 പച്ചമുളകൊക്കെയാണ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ഇടാം. ഇതിനകത്ത് നമ്മൾ പിന്നെ മസാലാസൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് സബോള ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഒരു മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതില്ലാത്തവർക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഏതായാലും നമുക്കൊരു മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ കഷ്ണങ്ങളായിട്ടാണ് നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ക്യൂബ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അതിൻ്റെ പാക്കറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാനൊരു 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനി നിങ്ങൾക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇറച്ചി ഇങ്ങനെ വേവിക്കുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതൊരു ഇത്തിരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഇതിനകത്ത് കിട്ടും. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ സോയ കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വറുത്തിട്ടുള്ള സോയയും ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വറക്കാത്ത ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ സോയയും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമുക്ക് വേണ്ട പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നടുക്കിലായിട്ട് നമ്മളൊരു ഇത്തിരി സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് മുട്ട അടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ട അടിച്ചതിനകത്ത് നമ്മൾ കുറച്ച് കുരുമുളകും ഉപ്പുമാണ് ചേർത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ നടുക്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ആവുന്ന വരെ ഇങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാം. കണ്ടോ, ആ മുട്ട ഇങ്ങനെ വിട്ട് വരുന്നത് കണ്ടോ, അതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് നോൺ വെജ് ആയിട്ടുള്ള എന്ത് ഐറ്റംസും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിലോ ബീഫ് വേണമെങ്കിലോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് വെള്ളമായിട്ടിരിക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം അതും കൂടി ഇങ്ങോട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ആ മുട്ടയുടെ ഒരു ടേസ്റ്റ് എല്ലാ വെജീസിലേക്ക് പിടിച്ചോളും. നല്ല മണം വരുന്നുണ്ട് കേട്ടോ.
ഇതിനകത്തേക്ക് നമുക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട. പക്ഷെ ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഒരു 2-3 സ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചില്ലി സോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പോൾ ചില്ലി സോസും ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല എരിവായിരിക്കും. ഇപ്പം തന്നെ ഈ സോയ നമ്മൾ വറുത്തയിൽ നമ്മൾ ഓൾറെഡി മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെതറി വേണം നിങ്ങൾ ഇടാനായിട്ട്, അല്ലെങ്കിൽ അത് ചിലപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. വളരെ പതുക്കെ നിങ്ങൾ ഇളക്കി കൊടുത്താൽ മതി. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് വറുത്ത് ചിക്കൻ ഇങ്ങനെ പിച്ചി ചീന്തി ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഏത് നോൺ വെജ് വേണമെങ്കിലും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതില്ലെങ്കിൽ സോയ മാത്രം ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ 1 സ്പൂണും കൂടെ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നതോടുകൂടി നമ്മളുടെ ഫ്രൈഡ് റൈസ് ഇവിടെ ഉണ്ടാക്കി കഴിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ഫ്രൈഡ് റൈസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സോസിൻ്റെ കൂടെയോ സാലഡിൻ്റെ കൂടെയോ ഒക്കെ സൈഡ് ഡിഷായിട്ട് എടുത്ത് കഴിക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.